വാഷിംഗ്ടൺ സുന്ദർ മിന്നിക്കെത്തിയപ്പോൾ ഓസ്ട്രേലിയക്കെതിരായ മൂന്നാമത്തെ ട്വന്റി മത്സരത്തിൽ ഇന്ത്യക്ക് അനായാസ വിജയം. ഓസ്ട്രേലിയ ഉയർത്തിയ 186 റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യ 5 വിക്കറ്റും 9 പന്തുകളും ബാക്കി നിൽക്കെ മറികടന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 186 റൺസ് ആണ് എടുത്തത്. ട്രാവിസ് ഹെഡ് 6, മിച്ചൽ മാർഷ് 11, ജോഷ് ഇംഗ്ലീഷ് 1, മിച്ചൽ ഓവൻ 0 എന്നിവർ പെട്ടെന്ന് പുറത്തായപ്പോൾ ടിം ഡേവിഡിന്റെയും മാർക്കസ് സ്റ്റോയിനിസിന്റെയും വെടിക്കെട്ട് പ്രകടനത്തിന്റെ പിൻബലത്തിലാണ് അവർ ഈ സ്കോറിലേക്ക് എത്തിയത്. ടിം ഡേവിഡ് 38 പന്തിൽ 5 സിക്സിന്റെയും 8 ഫോറിന്റെയും സഹായത്തോടെ 74 റൺസ് എടുത്തപ്പോൾ മാർക്കസ് സ്റ്റോയിനസ് 39 പന്തിൽ 2 സിക്സിന്റെയും 8 ഫോറിന്റെയും സഹായത്തോടെ 64 റൺസ് എടുത്തു. മാറ്റ് ഷോട്ട് 15 പന്തിൽ 26 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ബാട്ടറ്റ് 3 റണ്ണുമായി പുറത്താകാതെ നിന്നു. ഇന്ത്യക്ക് വേണ്ടി അർഷ്ദീപ് സിംഗ് ആണ് മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. 4 ഓവറിൽ 35 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ വരുൺ ചക്രവർത്തി 2ഉം ശിവം ദുബെ 1 വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി 50-ന് മുകളിൽ സ്കോർ ആരും നേടിയില്ലെങ്കിലും 100-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് എല്ലാവരും ബാറ്റ് വീശിയത്. അഭിഷേക് ശർമ്മ 16 പന്തിൽ 25, ശുഭൻ ഗിൽ 12 പന്തിൽ 15, സൂര്യകുമാർ യാദവ് 11 പന്തിൽ 24, തിലക് വർമ്മ 26 പന്തിൽ 29, അക്സർ പട്ടേൽ 12 പന്തിൽ 17, വാഷിംഗ്ടൺ സുന്ദർ 23 പന്തിൽ 49, ജിതേഷ് ശർമ്മ 13 പന്തിൽ 22 എന്നിങ്ങനെയായിരുന്നു ഇന്ത്യൻ ബാറ്റർമാരുടെ സ്കോറുകൾ. സുന്ദറും ജിതേഷ് ശർമ്മയും പുറത്താകാതെ നിൽക്കുകയായിരുന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി നദാൻ എല്ലിസ് 3 വിക്കറ്റ് വീഴ്ത്തി. 18.3 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 188 റൺസ് എടുത്തു. 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രണ്ടാമത്തെ മത്സരം ഓസ്ട്രേലിയ ജയിച്ചപ്പോൾ മൂന്നാമത്തെ മത്സരം ഇപ്പോൾ ഇന്ത്യ ജയിച്ച് പരമ്പര 1-1 ആക്കിയിരിക്കുകയാണ്.